മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ അറിവിലും അനുഭവത്തിലും ഇതിലെ ഗണ്യമായൊരു ഭാഗം ഉദ്യോഗസ്ഥന്മാരും വലിയ അഴിമതിക്കാരാണ്, കൈക്കൂലിക്കാരാണ്. ഇവർ സർവീസിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആസ്തി എത്രയാണ്, റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആസ്തി എത്രയാണ് എന്നൊരു അന്വേഷണം നടത്തിയാൽ നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കി മാറ്റിക്കൊണ്ടാണ് അക്രമികൾ അഴിഞ്ഞാടിയത് എന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. റൂറൽ SP തന്നെ കയ്യേറ്റം ചെയ്തു. ക്രൂരമായി പല പോലീസുകാരെയും മർദ്ദിച്ചു. വലിയ അക്രമികൾ ഇത് ഈ സ്ഥാപനം നശിപ്പിക്കണം, ഇതിൻ്റെ മുതൽ കൊള്ളയടിക്കണം, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും കത്തിച്ച് നശിപ്പിക്കണം, പറ്റുമെങ്കിൽ ജീവനക്കാരെ വകവരുത്തണം എന്ന ഉദ്ദേശത്തോടെ മറുഭാഗത്തുകൂടി വരുന്നു പോലീസുകാർ കുറവുള്ള ഭാഗത്ത്. ഇവിടെ പോലീസും CPM ആരോപിക്കുന്നത് ഇതിൻ്റെ പുറകിൽ SDPA-കാരാണെന്ന്. അതിന് സകല സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ നടക്കുമ്പോൾ ആരും വിളിക്കാതെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് കടന്നു വരുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ, SDPA-കാർ. ഇത് ഒരു കാരണവശാലും ജനകീയ സമരക്കാർ ചെയ്താവില്ല. അങ്ങനെ ചെയ്യുന്ന സംവിധാനം ഉണ്ട്. അവർ ജനകീയ സമരക്കാരല്ല, അതിന് ജനകീയ സമരമൊന്നും അല്ല പറ. ഇത് തീർച്ചയായിട്ടും വലിയ ഗൂഢാലോചനയാണ്, വലിയ അട്ടിമറി ഇതിനകത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അമ്പായത്തോട് എന്ന സ്ഥലത്ത് ഫ്രഷ് കട്ട് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളും അതിൻ്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചുള്ള തർക്ക വിതർക്കങ്ങളും ഇവിടെ കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ജനകീയ വിഷയമാണ്. അതേസമയത്ത് തന്നെ വലിയൊരു ക്രമസമാധാന പ്രശ്നവും ഇതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്നു. ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഈ ത്രിതല പഞ്ചായത്തുകൾ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കൊക്കെ അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഇവർക്ക് അധികാരമുണ്ട്. ഈ അധികാരം പലപ്പോഴും ഉപയോഗിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യും. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൊടുക്കാതിരിക്കും, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊടുക്കും. ഇത് പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാർക്കും വലിയ തോതിൽ ഈ ധനാഗമ മാർഗമായിട്ട് ഉപയോഗിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു തവണ പഞ്ചായത്ത് മെമ്പറായിരുന്നവൻ അധികം താമസിക്കാതെ ലക്ഷപ്രഭുവായിട്ടും മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ വയൽ നികത്താനും കുന്നിടിക്കാനും അതുപോലെ തന്നെ ഈ മലിനീകരണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ ഈ വക കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തുകൾക്ക് വളരെ നിർണായകമായ സ്ഥാനവും സ്വാധീനവുമുണ്ട്. ഇത് ദുരുപയോഗം ചെയ്തിട്ടാണ് പലരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്പായത്തോട് പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഇതുപോലെ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് എങ്ങനെ ലൈസൻസ് കിട്ടി എന്നതിനോടാണ് നമ്മുടെ അന്വേഷണം ആരംഭിക്കേണ്ടത്. അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ അറിവിലും അനുഭവത്തിലും ഇതിലെ ഗണ്യമായൊരു ഭാഗം ഉദ്യോഗസ്ഥന്മാരും വലിയ അഴിമതിക്കാരാണ്, കൈക്കൂലിക്കാരാണ്. ഇവർ സർവീസിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആസ്തി എത്രയാണ്, റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആസ്തി എത്രയാണ് എന്നൊരു അന്വേഷണം നടത്തിയാൽ നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അത്ര വലിയ അഴിമതിയാണ്, അത്ര വലിയ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ പന്നി ഫാമുകൾ തുടങ്ങുന്നതിന്, കോഴി ഫാമുകൾ തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ അപകടകരമായ രാസ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ജനവാസ മേഖലയിൽ എങ്ങനെ ലൈസൻസ് കൊടുക്കുന്നു എന്നന്വേഷിച്ചാൽ മലിനീകരണ നിയന്ത്രണ ബോർഡുകാരുടെ പ്രവർത്തനം നമുക്ക് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പഞ്ചായത്തുകളുടെ അഴിമതി, മറുഭാഗത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഴിമതി. മൂന്നാമത്തെ ഭാഗത്ത് ഈ സ്ഥാപനങ്ങൾ തുറക്കുന്ന ആളുകളുടെ ആക്രാന്തം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താനുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്ക. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്നു. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ജനങ്ങൾ തുടക്കത്തിൽ കുറേ കൂടി ജാഗ്രത പുലർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാൻ നമുക്ക് സംവിധാനം ഉണ്ടാക്കാം. പക്ഷെ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂട്ടിക്കുക മിക്കവാറും അസാധ്യമാണ്. അപ്പോൾ ഇതറിയാതെ ആയിരിക്കണം ഈ പാവപ്പെട്ട ആളുകൾ സമരവുമായിട്ട് രംഗത്ത് വന്നത്. സമരം ഈ കഴിഞ്ഞ ദിവസം വരെ സമാധാനപരമായിരുന്നു. ഉടമ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിന് അനുവാദം വാങ്ങിയിട്ടുണ്ട്. വലിയൊരു വ്യൂഹം പോലീസ് അവിടെ ഉണ്ടായിരുന്നു, റൂറൽ SP അടക്കം ഉണ്ടായിരുന്നു. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കി മാറ്റിക്കൊണ്ടാണ് അക്രമികൾ അഴിഞ്ഞാടിയത് എന്നാണ്. പോലീസിന് നേരെ കല്ലേറുണ്ടായി. റൂറൽ SP തന്നെ കയ്യേറ്റം ചെയ്തു. ക്രൂരമായി പല പോലീസുകാരെയും മർദ്ദിച്ചു. അതേ സമയത്ത് തന്നെ ഇതിൻ്റെ മറുഭാഗത്തുള്ള വാതിൽ തകർത്ത് അല്ലെങ്കിൽ തള്ളിക്കയറി പ്ലാന്റിന് തീയിട്ടു, വാഹനങ്ങൾക്ക് തീയിട്ടു. അതുപോലെ തന്നെ ഈ അവിടെയുള്ള ജീവനക്കാരെ കത്തിച്ചു കൊല്ലാനുള്ള ശ്രമം പോലും ഉണ്ടായി. അപ്പോൾ ഇത് ഈ സമരത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ജനങ്ങളുടെ പ്രതിഷേധം, അതാണ് സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തത്. അവർ തീർച്ചയായിട്ടും അക്രമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫാക്ടറി കത്തിക്കാനോ വേണ്ടി വന്നവരല്ല.
സമരത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണ പോലെ മുന്നിട്ട് വന്നവരാണ്. അവരുടെ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു, പോലീസ് അവരെ അവിടെ തടയുന്നു. ആ ഘട്ടത്തിൽ വലിയ അക്രമികൾ ഇത് ഈ സ്ഥാപനം നശിപ്പിക്കണം, ഇതിൻ്റെ മുതൽ കൊള്ളയടിക്കണം, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും കത്തിച്ച് നശിപ്പിക്കണം, പറ്റുമെങ്കിൽ ജീവനക്കാരെയും വകവരുത്തണം എന്ന ഉദ്ദേശത്തോടെ മറുഭാഗത്തു കൂടി വരുന്നു. പോലീസുകാർ കുറവുള്ള ഭാഗത്ത് അതിലെ വരുന്നു. പോലീസുകാരെ മൃഗീയമായി ആക്രമിക്കുന്നു, തൊഴിലാളികളെ ആക്രമിക്കുന്നു, വാഹനങ്ങളെ ആക്രമിക്കുന്നു. അതിനു മുമ്പായിട്ട് CCTVകൾ തകർക്കും. കാരണം ഇവരുടെ ദൃശ്യങ്ങൾ പുറത്തു വരരുത്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചിലരൊക്കെ മുഖം മൂടി ധരിക്കുന്നു, മറ്റുള്ളവർ ഹെൽമെറ്റ് ധരിച്ചു. ഇത് സമരക്കാരാണെങ്കിൽ ഒരിക്കലും ചെയ്യുകയില്ല. അക്രമത്തിന് പോകണമെങ്കിൽ പോലും അവർ സ്വന്തം മുഖം കാണിച്ച് മാത്രമേ അക്രമത്തിന് തുനിയുള്ളൂ. ചിലപ്പോഴൊക്കെ ഈ സമരം അക്രമാസക്തമാകാറുണ്ട്, നമുക്കറിയാം. പോലീസിനാരെ കല്ലറുണ്ടാകുന്നത് മനസ്സിലാക്കാം. മറിച്ച് തികഞ്ഞ ഗൂഢോദ്ദേശത്തോടുകൂടി ഈ സ്ഥാപനം തകർക്കണം, ഇത് കത്തിച്ച് നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ വരുന്ന ആളുകൾ മുഖം മൂടി ധരിക്കും, അവർ ഹെൽമെറ്റ് വയ്ക്കും, അവർ CCTV ക്യാമറകൾ തകർക്കും. അത് തകർത്തതിന് ശേഷം മാത്രമേ അവർ ഈ അക്രമത്തിന് തുനിയുകയുള്ളൂ. ഇവിടെ പോലീസും CPM ആരോപിക്കുന്നത് ഇതിൻ്റെ പുറകിൽ SDPIക്കാരാണെന്നത്. അതിന് സകല സാധ്യതയുമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ നടക്കുമ്പോൾ ആരും വിളിക്കാതെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് കടന്നു വരുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരും SDPIക്കാരും. ഈ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ പല ജനകീയ സമരങ്ങളിലും പങ്കെടുത്ത് ചിലതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ട് അനുഭവജ്ഞാനമുള്ള ആളാണ് ഞാൻ. എവിടെ ഏത് സമരം നടക്കണമെങ്കിലും ആരും ക്ഷണിക്കണ്ട. ആ പരിസരത്ത് ഒറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടാവില്ല. പക്ഷേ അവർ വിദൂര ദിക്കുകളിൽ നിന്ന് വരെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ടും ഉത്തേജനം പകരാനായിട്ടും വരും. അക്രമം തുടങ്ങുന്ന ആദ്യത്തെ മിനിറ്റ് വരെ അവരുണ്ടാകും. അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും കാണുകയില്ല. പോലീസിൻ്റെ ലാത്തി ചാർജ് സഹിക്കുന്നതും കണ്ണീർവാതകം പൊട്ടിക്കുകയാണെങ്കിൽ അത് സഹിക്കേണ്ടതൊക്കെ നാട്ടുകാരായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അമ്പായത്തോട്ടിലും ഇവരുടെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഈ നമ്മൾ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും കണ്ട പോലെയുള്ള സമരത്തിൻ്റെ ഗതിയുമല്ലല്ലോ അമ്പായത്തോട്ടിൽ നടന്നത്. അവിടെ ജനങ്ങളുടെ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു, അവിടെ കല്ലേറുണ്ടാകുന്നു. അതേസമയത്ത് തന്നെ മറുഭാഗത്ത് CCTV തകർക്കുന്നു, ഇന്ധന ടാങ്കുകൾ ആദ്യം തകർക്കുന്നു, എന്നിട്ട് ഈ വാഹനങ്ങൾ പ്ലാന്റിനകത്ത് കൊണ്ടുവന്നിട്ട് തീ വെക്കുന്നു. ആ ഏരിയ മുഴുവനും കത്തിപ്പോകുന്നു. ഇതൊരു കാരണവശാലും ജനകീയ സമരക്കാർ ചെയ്താവില്ല. അങ്ങനെ ചെയ്യുന്ന സംവിധാനമുണ്ട്. അവർ ജനകീയ സമരക്കാരല്ല, അതിന് ജനകീയ സമരമൊന്നും അല്ല പറയുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയ ഗൂഢാലോചനയാണ്, വലിയ അട്ടിമറി ഇതിനകത്തുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമ്പോൾ ഈ പ്രച്ഛന്ന വേഷം ധരിച്ച് വന്ന SDPIക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം അവസാനം ജനകീയ സമരത്തിൻ്റെ അക്കൗണ്ടിൽ എഴുതി ചേർത്ത് ഈ അക്രമികൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ജനകീയ സമരം നടത്തുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. കാരണം ആരാലും ക്ഷണിക്കപ്പെടാതെ നുഴഞ്ഞു കയറുന്ന, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി എത്തുന്ന ചില തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ജാഗ്രതയോടെ കാത്തിരുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ തന്നെ അവസാനം വലിയ ചീത്തപ്പേരിലും പോലീസ് കേസിലും അറസ്റ്റിലും റിമാൻഡിലും ചെന്നായിരിക്കും അവസാനിക്കുക.